അപ്പോൾ എല്ലാ കൂട്ടർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പം ഈ ഒരു ഗുലാബ് ജാം നമുക്ക് വീട്ടിൽ ഈസിയായി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് അതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പാക്കറ്റ് പാല് ഫുൾ ആ പാക്കറ്റ് പാലിനായി ഒഴിക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വിനാഗിരി നമ്മൾ സുറുക്ക അതിലേക്കൊരു അല്പം സുറുക്ക നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്പം സുറുക്ക ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അത് വേറിട്ട് വരുന്നത് പാലും വെള്ളവും അങ്ങോട്ടും ഇങ്ങോട്ടും വേറിട്ട് വരുന്നത് കാണാം. ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ വെള്ള തുണിയോ ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു അരിപ്പയോ എടുത്തിട്ട് ഈ അരിപ്പയിലേക്ക് ഇത് ഒഴിച്ച് ഇത് രണ്ടും വെള്ളം അതിന് ഊറ്റിയെടുക്കാൻ നോക്കുക. നല്ലപോലെ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് മാറ്റി വെക്കാം. വെള്ളം മൊത്തം പോയി കഴിഞ്ഞിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഇതുപോലെ പരത്തി കൊടുക്കാം. ഇതുപോലെ പരത്തി ഇതിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായി ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഓയിൽ നമ്മൾ ഒരു 3-4 സ്പൂണ് ഓയിൽ കൂടി ഇതിലേക്ക് കുഴക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നമ്മളൊരു സ്പൂണ് ഫുള്ളായി അങ്ങനെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് കുഴക്കുക. നന്നായി എല്ലാ ഭാഗത്തേക്കും ഈ കുഴത്തണം. കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ 10 രൂപേൻ്റെ പാൽപ്പൊടി പാക്കാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 10ൻ്റെ പാൽപ്പൊടി പാക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം പാർന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ലൂസാക്കി എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഗുലാബ് ജാമിലേക്ക് തന്നെ ഇത് നേരെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് റവ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഒരു സ്പൂണ് മൈദമാവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് നമ്മൾ ഇത് വെച്ചിട്ടൊരു ഫ്രൂട്ട് സലാഡ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും. ഇതിന് വെച്ചിട്ടൊരു ഫ്രൂട്ട് സലാഡ് വെച്ചിട്ടൊരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കസ്റ്റാർഡ് അല്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല സ്മെല്ലും മാറും, അതുപോലെ തന്നെ കളറും മാറും ചെറുതായി. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ മൈദ കുഴക്കുന്ന പോലെ അതുപോലെ നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ബൗളാക്കിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് കുറച്ച് ഓയിൽ കയ്യിൽ ആഡ് ചെയ്തതിന് ശേഷം നേരെ ഇതുപോലെ ബൗളാക്കി ഉരുട്ടി മാറ്റാൻ നോക്കുക. ബൗളാക്കി ഉരുട്ടി മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് വീണ്ടും അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മളെ ഈ ഗുലാബ് ജാമുൻ മുങ്ങാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുപ്പിലൊരു പാൻ വെച്ച് കൊടുക്കാം. പാനിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഗുലാബ് ജാമുൻ മുങ്ങാൻ മാത്രമുള്ള ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മളുടെ ഗുലാബ് ജാമുൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചത് കൊണ്ട് നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഈ ഗുലാബ് ജാമുൻ വെന്ത് കിട്ടുന്ന കോലമാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് എണ്ണ ചൂടാക്കാൻ നോക്കുക. നമ്മൾ അവിടെ ഒന്ന് പാളി നമ്മളിത് ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി ഇതൊന്ന് പൊരിച്ചെടുത്താലാണ് നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പം സംഗതി നമ്മളത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എളുപ്പത്തിലായി നോക്കുള്ളൂ. പക്ഷേ ഞങ്ങൾ ശ്രദ്ധിക്കാൻ ലോ ഫ്ലെയിമിൽ ആക്കിയെടുക്കാൻ നോക്കാം. ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിൽ നമ്മളെ ഷുഗർ സിറപ്പ് ഉണ്ട് അവിടെ സൈഡിൽ നമുക്ക് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്ക് ഈ ഗുലാബ് ജാമുൻ ഇതിലേക്ക് മുക്കി വെക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ വീട്ടിലൊക്കെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.
you.